ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഹെർമൻ വെൻവിലിൻ്റെ മൊബിഡിക് എന്ന നോവലാണ്. ദിസ് ഈസ് നോട്ട് എ ഡീറ്റെയിൽഡ് സമ്മറി, റാദർ ജസ്റ്റ് ഹാവ് എ ഗ്ലിംസ് ഓവർ ദി പ്ലോട്ട് ഓഫ് മൊബിഡിക്. അപ്പോൾ ഇത് നിങ്ങളൊരു ക്രിട്ടിക്കൽ സമ്മറി ആണെന്ന് വിചാരിച്ച് ഇതിനെ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഇത് നോവൽ വായിക്കുകയും അതിൻ്റെ ക്രിട്ടിക്കൽ അപ്രൈസൽസും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ സമ്മറികളും ഒക്കെ നിങ്ങൾ വായിക്കുന്നത് വളരെ നല്ലതാണ്. സോ ദിസ് ഈസ് ആക്ച്വലി എ stepping stone where you can have just a brief idea about Moby Dick. Okay, let's begin. So Moby Dick is a novel which is based on a voyage where Ahab is trying to catch the great sperm whale that is Moby Dick. The titular character Moby Dick എന്ന് പറയുന്ന ഒരു sperm whale ആണ്. അതിനെ പിടിക്കുക എന്ന് പറയുന്ന ഒരു എക്സ്പെഡീഷനിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ദി നോവൽ ഈസ് ബീങ് നറേറ്റഡ് ബൈ ഇഷ്മായിൽ. അദ്ദേഹം ഒരു സെയിലറാണ്. ഇതിനു മുമ്പ് അദ്ദേഹം ഒരുപാട് എക്സ്പെഡീഷൻസിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഒരു വെയിലിംഗ് വെസലിൽ ഇതിനു മുമ്പ് അദ്ദേഹം ആക്ച്വലി യാത്ര ചെയ്തിട്ടില്ല. സോ ഫോർ ഹിം ദിസ് ഈസ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആസ് എ വെയിലർ. അങ്ങനെ അദ്ദേഹം ആ ഒരു ആഗ്രഹമായിട്ട് അദ്ദേഹം മസാച്യൂസെറ്റ്സിലെത്തുന്നു. അവിടെ ഒരു വെയിലേഴ്സ് ഇന്നിൽ അദ്ദേഹം സ്റ്റേ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു. പക്ഷേ സ്ഥലം കിട്ടുന്നില്ല. പക്ഷേ എന്നാൽ ക്വിക്കക് ദർ ഹി കൺഫ്രണ്ട്സ് ക്വിക്കക്, എ ഹാർപ്പൂണർ ഫ്രം ദ സൗത്ത് പസഫിക്. സോ ക്വിക്കകിനെ കാണുകയും അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് വെയിലേഴ്സ് ഇന്നിലൊരു സൗകര്യം ക്വിക്കക് ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു താമസിക്കാൻ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ആ ഒരു കൺഫ്രണ്ടേഷനിൽ അതായത് നമ്മുടെ ഇഷ്മായിലിന് അദ്ദേഹവുമായിട്ട് അത്ര ഒരു സന്തോഷം തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഷോക്കിംഗ് അപ്പിയറൻസ്, അതുപോലെ തന്നെ സ്ട്രേഞ്ച് ഹാബിറ്റ്സ്, അത് അദ്ദേഹത്തിനെ എന്ത് ചെയ്തു, ഒരു നല്ലൊരു ബന്ധം ആദ്യം ഉണ്ടാക്കിയില്ലെങ്കിലും പിന്നീട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹി വാസ് ഓക്കെ വിത്ത് ദി അപ്പിയറൻസ് ആസ് വെൽ ആസ് ദി സ്ട്രേഞ്ച് ഹാബിറ്റ്സ് ഓഫ് ക്വിക്കക്. And he could find that he is a generous personality and very kind-spirited man. അദ്ദേഹത്തിന് ഒരുപാട് കാലത്തെ വെയിലിംഗ് എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തെ ക്വിക്കകുമായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ ഇഷ്മായിലിനെ സഹായിച്ചു. സോ ഇൻ ദ കോൺവെർസേഷൻ ദേ തോട്ട് ഓഫ് ടു ജോയിൻ വിത്ത് ദ വെയിലിംഗ് ഷിപ്പ് പെക്കോഡ് എന്ന് പറയുന്ന വെയിലിംഗ് ഷിപ്പുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ആഗ്രഹം ജനിക്കുകയും അങ്ങനെ ആ ആഗ്രഹവുമായിട്ട് അദ്ദേഹം നാറ്റിക്കറ്റിലെ ഫെറിയിലെത്തുകയുണ്ടായി. അവിടെ വച്ചാണ് വി ഗെറ്റ് എ കൈൻഡ് ഓഫ് എ പിക്ചർ ഓഫ് പെക്കോഡ് എന്ന് പറഞ്ഞ ഒരു വെയിലിംഗ് ഷിപ്പിൻ്റെ ഒരു ഇമേജ് നമുക്ക് കിട്ടുന്ന അവിടെ വെച്ചാണ്. വി കുഡ് സീ എ സാവേജ് ലുക്കിംഗ് ഷിപ്പ് അഡോൺഡ് വിത്ത് ദ ബോൺസ് ആൻഡ് ടീത്ത് ഓഫ് സ്പേം വെയിൽസിൻ്റെ ടീത്തും അതുപോലെ ബോൺസും കൊണ്ട് അലങ്കരിച്ച ഒരു പ്രാകൃത ശൈലിയിലുള്ള ഒരു ഷിപ്പിനെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ദ നെയിം ഓഫ് ദാറ്റ് ഷിപ്പ് ഈസ് പെക്കോഡ്. ഈ പെക്കോഡിൻ്റെ ക്വാക്കർ ഓണേഴ്സ് അവർ വിലപേശലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും, പെല്ലഗ് ആൻഡ് ബിൽഡാഡ്. വെൻ ദേ വർ ജസ്റ്റ് ഹാവിങ് എ കൈൻഡ് ഓഫ് ചാറ്റ് ഓർ എ ഹാർഡ് ബാർഗെയിൻ ഇൻ ടേംസ് ഓഫ് സാലറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ബാർഗെയിനാണ്. അവർ ക്വാക്കർ ഓണേഴ്സാണ്. അത് ഷെയർ ഉള്ളവരാണ് ആക്ച്വലി ഈ രണ്ട് പേരും, പെല്ലഗും ബിൽഡാഡും. അവരെ കടന്നാണ് നമ്മുടെ ക്വിക്കകും അതുപോലെ തന്നെ ഇഷ്മായിലും മുന്നോട്ട് പോകുന്നത്. സോ മീൻ വൈൽ ദേ ഹിയർ അബൌട്ട് ദ ക്യാപ്റ്റൻ ആഹാബിനെ പറ്റി അവിടെ കേൾക്കുകയുണ്ടായി. അപ്പോൾ ആഹാബിനെ പറ്റി പറയുകയാണെങ്കിൽ ഹി ഈസ് എ മിസ്റ്റീരിയസ് ക്യാപ്റ്റൻ ഹൂ ഈസ് ഹാവിങ് എ ഗ്രേറ്റ് ഡിസയർ ടു ക്യാച്ച് മൊബിഡിക് എന്ന് പറഞ്ഞ സ്പേം വെയിലിനെ ക്യാച്ച് ചെയ്യുന്ന കാര്യത്തിൽ അഹാബിന് ഒരു വലിയൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആക്ച്വലി അഹാബിന് അടങ്ങാത്ത ആഗ്രഹമുണ്ട് മൊബിഡിക്കിനെ പിടിക്കുന്നതിൽ. അഹാബിനെ പറ്റി പറയുകയാണെങ്കിൽ ഹി ലോസ് ഹിസ് വൺ ഓഫ് ഹിസ് ലെഗ്സ് ഇൻ ദി എക്സ്പെഡീഷൻ ടു ക്യാച്ച് മൊബിഡിക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോൾസ് ലെഗാണ് വച്ചിരിക്കുന്നത്. ഒരു വെയിലിൻ്റെ ബോണാണ് അദ്ദേഹത്തിൻ്റെ ഫോൾസ് ലെഗായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ, നഷ്ടപ്പെട്ടു പോയ ലെഗിന് പകരം. അങ്ങനെ പെക്കോഡ് ലീവ്സ് നാറ്റിക്കറ്റ് ഓൺ എ ക്രിസ്മസ് ഡേയിൽ പെക്കോഡ് നാറ്റിക്കറ്റ് എന്ന് പറഞ്ഞ ഫെറി ലീവ് ചെയ്യാണ്.
അങ്ങനെ പെക്കോഡ് യാത്രയാകുന്നു. സോ വേർ വി ക്യാൻ സീ എ ക്രൂ മെയ്ഡ് അപ്പ് ഓഫ് മെൻ ഫ്രം മെനി ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് റേസസ്. പല വിഭാഗത്തിൽപ്പെട്ടവരും പല രാജ്യത്തിൽപ്പെട്ടവരുമാണ് നമ്മുടെ ഈ യാത്രയിൽ പെക്കോഡിൽ വെയിലേഴ്സ് ആയിട്ടുള്ളത്. Soon the ship is in warmer waters and Ahab makes his first appearance on deck. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അപ്പിയറൻസ് ആ യാത്രയ്ക്ക് ഒടുവിൽ വാനോസ് വാട്ടേഴ്സിൽ എത്തുമ്പോഴാണ് നമ്മൾ ആഹാബിനെ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹം ഫോൾസ് ലെഗുമായിട്ട് അദ്ദേഹം ഈ ആളുകളുടെ ഇടയിലേക്ക് വരുന്നു. സോ ഹീ ഹാഡ് എ വെരി എന്താ പറയുക, ഒരു വലിയൊരു ഡിസയർ ഉണ്ട്. അദ്ദേഹം ഒരു മിസ്റ്റീരിയസ് സ്പിരിറ്റഡ് പേഴ്സണാലിറ്റിയാണ് ആഹാബ്. നമുക്ക് ഒരിക്കലും ഒരു പിടുത്തം കിട്ടില്ല ആരാണ് ആക്ച്വലി ഈ ക്യാരക്ടർ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വളരെ മിസ്റ്റീരിയസ് ആണെന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലെഗ് ഞാൻ പറഞ്ഞു, ആക്ച്വലി നമ്മുടെ തിമിംഗലത്തിൻ്റെ ജോയുടെ പാർട്ടിൽ നിന്നുള്ള ബോണാണ് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഫോൾസ് ലെഗായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഹി അനൗൺസസ് ഹിസ് ഡിസൈർ ടു പെർസ്യൂ ആൻഡ് കിൽ മൊബിഡിക്. മൊബിഡിക്കിനെ പറ്റി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹം വാചാലനാണ്. അദ്ദേഹത്തിന് ഹി ഹാസ് എ ആർഡൻറ്റ് സ്ട്രോങ് ഡിസയർ ടു കിൽ മൊബിഡിക്. സോ ഈ മൊബിഡിക് എന്ന് പറയുന്ന ഒരു ലെജൻഡറി ഗ്രേറ്റ് വൈറ്റ് വെയിലാണ്, സ്പേം വെയിലാണ്. ആ മൊബിഡിക്ക് മൂലമാണ് അദ്ദേഹത്തിന് നമ്മുടെ ആഹാബിന് ഒരു കാല് നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ആരൊക്കെ ഈ വെയിലിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ വെൻറ്റ് ഇൻ ടു എ ഗ്രേറ്റ് ഡിസാസ്ട്രസ് ആയിട്ടുള്ള ക്ലൈമാക്സിലേക്കാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനെ കാണിക്കുന്നത്, വെയിലിനെ കാണിക്കുന്നത് എ ഗ്രേറ്റ് ആസ് എ സിംബൽ ഓഫ് ആൻ ഈവിൾ സ്പിരിറ്റഡ് വെയിലായിട്ടാണ് ഇതിനെ എന്താ പറയുക ഈവൻ ഇമേജ് കൊണ്ടിരുന്നത്. Ahab nails a gold doubloon to the mast and declares that it will be the prize for the first man to sight the whale. So from that very sentence, it's very clear that who sights first the Moby Dick, Moby Dick will be getting a gold doubloon. So a gold doubloon is actually a coin. ഈ പണം, ഈ ഗോൾഡ് നാണയങ്ങൾ അവർക്ക് കിട്ടുമെന്നുള്ള ഒരു ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഹാബ്. ഫോർ വാട്ട്? സോ ദാറ്റ് ഷോസ് ഹിസ് ഡിസയർ ടു ക്യാച്ച് മൊബിഡിക്. അങ്ങനെ പെക്കോഡ് ഇങ്ങനെ മുൻപോട്ട് പോകുന്നു. സൗത്ത് ടിപ്പ് ഓഫ് ദി ആഫ്രിക്കയിലെത്തുന്നു. അവിടെ വച്ചും ഇതുപോലെ എന്താ പറയുക ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി നോക്കുന്നു. പക്ഷേ മൊബിഡിക്കിനെ അവിടെയൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയിൽ അവർ തിമിംഗലത്തെ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, മറ്റ് തിമിംഗലങ്ങളെ പിടിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ എക്സ്പെഡീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. So during the hunt, a group of men, none of whom anyone on ship's crew has seen before on the voyage, emerges from the hold. സോ അത് ഈ സെൻറ്റൻസിൽ നിന്ന് വ്യക്തമാണ്. കാരണം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലിയ സൗഹൃദമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു വലിയൊരു ക്രൂ ഉണ്ട് ആക്ച്വലി ഈ ഒരു മൊബിഡിക്കിൻ്റെ. മെയിനായിട്ട് മൊബിഡിക്കിനെ പിടിക്കുക, അതോടൊപ്പം മറ്റ് സ്പേം വെയിലുകളെയും പിടിച്ച് ഇവർ എന്ത് ചെയ്യുക, ഒരു വലിയൊരു എക്സ്പെഡീഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയുന്നില്ല. അവരങ്ങനെ പോകുന്ന ഒരു വലിയ ക്രൂവിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്രൂ ആണ് ആക്ച്വലി ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നാണ്, ഡിഫറെൻറ്റ് റേസസ് ആണ്. അവരെല്ലാം ഒരു എന്താ പറയുക ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുമുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട എന്താ പറയുക ഫെഡല്ല എന്നൊരു പേഴ്സണാലിറ്റീനെ അഹാബ് പരിചയപ്പെടുകയും ആ മെന്നിൻ്റെ മുഴുവൻ ലീഡറായ ഫെഡല്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഹീ കുഡ് ആക്ച്വലി എന്താ പറയുക പ്രൊഫസീസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പ്രൊഫസീസ് അദ്ദേഹം പറയുന്നുമുണ്ട്. അപ്പോൾ ഫെഡറലയുടെ ഈ ഒരു പ്രൊഫസിയും ഇത്രയും എന്താ പറയുക സ്കിൽഡ് ആയിട്ടുള്ള ഈ ഹാർപൂണേഴ്സ് ക്രൂ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൊബിഡിക്കിനെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്നുള്ള ഉറപ്പ് ആഹാബിനുണ്ടായിരുന്നു. അങ്ങനെ ആഫ്രിക്കയൊക്കെ കടന്ന് അവർ ഇന്ത്യൻ ഓഷ്യനിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് അവർ കുറച്ച് വെയിലുകളെയൊക്കെ പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഓയിലുകളൊക്കെ അവർ കളക്ട് ചെയ്യുന്നു. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ സ്പേം വെയിലിൻ്റെ തലയിലുള്ള ഓയിലുകൾ, അത് അത്രയും എന്താ പറയുക ഇറ്റ്സ് സോ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓയിലുകൾ കളക്ട് ചെയ്യുന്നു. നമ്മൾ കളക്ട് ചെയ്ത് മുന്നോട്ട് വന്നു. വളരെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ജോബാണ്. കാരണം ഇതിനെ തുറന്ന് പോകാന്ന് പറഞ്ഞാൽ വലിയൊരു കിണറ്റിലേക്ക് എന്താ പറയുക വീഴുന്നൊരവസ്ഥയായിരിക്കും അതിൻ്റെ ഹെഡ്. അത് സ്പേം വെയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലകൾക്ക് ഭയങ്കര വലുപ്പമാണ്. ആ തലയിൽ നിന്ന് അവരുടെ ബ്രെയിൻ അവരുടെ തുറന്നു കഴിഞ്ഞ് കിട്ടുന്ന ഓയിലാണ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓയിലാണ് ഇവരെ കളക്ട് ചെയ്യുന്നത് ആക്ച്വലി. From time to time, the ship encounters other whaling vessels
ഇവരുടെ യാത്രയിലുടനീളം അവർ പല വെയിലിംഗ് വെസൽസിനെ കാണുന്നുണ്ട്. ആ വെയിലിംഗ് വെസൽസിനെയൊക്കെ കാണുമ്പോൾ ആഹാബ് ചോദിക്കുന്നുണ്ട് വെദർ ദേ ഫൗണ്ട് എ വെയിൽ കോൾഡ് മൊബിഡിക്, അവരെവിടെയെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ആഹാബ് ഓൾവേസ് ഡിമാൻഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് മൊബിഡിക് ഫ്രം ദെയർ ക്യാപ്റ്റൻസ്. വൺ ഓഫ് ദ ഷിപ്സ് Jeroboam carries Gabriel, a crazed prophet who predicts doom for everyone who threatens Moby-Dick. അപ്പോൾ ജെറോബാം എന്ന് പറഞ്ഞ ആ ഷിപ്പിൽ നിന്നും അവിടെ ഗബ്രിയേൽ എന്ന് പറഞ്ഞ ഒരു പ്രോഫറ്റിനെ കാണുകയും ആ പ്രോഫറ്റ് ഒരു പ്രോഫസി കൊടുക്കുകയാണ്. ഹൂവർ ട്രൈസ് ടു കൺഫ്രണ്ട് Moby-Dick ഓർ അറ്റാക്സ് Moby-Dick, ഓഫ് കോഴ്സ് ദേ വിൽ ഹാവ് ടു ഫൈൻഡ് എ കൈൻഡ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാവുമെന്ന് ആ പ്രോഫറ്റ് പറയുകയുണ്ടായി. പക്ഷെ എങ്കിലും ആഹാബ് വാസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ്. അദ്ദേഹത്തിന് അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. കാരണം അൺലെസ് ആൻഡ് അണ്ടിൽ ഹിസ് വിൽ, ഹിസ് വിഷ് ആൻഡ് ഫെഡറൽ പ്രൊഫസീസ് എല്ലാം ഈ ഹിസ് അതുപോലെ തന്നെ ഏബിൾഡ് ഐ ക്രൂ, അതുകൊണ്ട് തന്നെയും ആഹാബ് ഇപ്രാവശ്യം ഉറപ്പാണ് മൊബിഡിക്കിനെ പിടിക്കാൻ പറ്റുന്നുള്ളൊരു ഒരു ഉറപ്പ് ആഹാബിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും ഹി വാസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ് ഹിസ് ജേർണി. While trying to drain the oil from the head of a captured sperm whale. അപ്പോൾ ഈ ഒരു ദുരന്തം നമുക്ക് കാണിച്ചു തരുന്നത് സ്പെയിൻ വെയിലുകളുടെ ഉള്ളിൽ നിന്നും ഓയിൽ എടുക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു അത്രയും റിസ്കി ആണെന്നുള്ള കാര്യം എവിഡൻ്റ് ആണ്. കാരണം ആ സ്പെർം വെയിലിൻ്റെ ഹെഡിൽ നിന്ന് ഓയിൽ എടുക്കുന്ന സമയത്ത് ടാസ്റ്റെക്കോ, വൺ ഓഫ് ദി പെക്കോഡ്സ് ഹാർപ്പൂണ്, അദ്ദേഹം എന്ത് ചെയ്തു, ഈ വെയിലിൻ്റെ വോളംനെസ് ആയിട്ടുള്ള ഹെഡിൻ്റെ ഉള്ളിലേക്ക് വീഴുകയാണെങ്കിൽ എന്താ പറയുക ഫ്രീ ആയിട്ട് കിടക്കുക താഴോട്ട് പോവുകയും ചെയ്യുമ്പോൾ ആക്ച്വലി ഹിസ് ലൈഫ് ബിക്കം വെരി റിസ്കി ആയിട്ടുള്ള മൊമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ സ്പോയിലായി പോകും, നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു അവസ്ഥയിൽ ടാസ്റ്റോഗോനെ ക്യുക്കെഗ് എന്ത് ചെയ്യുന്നു, രക്ഷപ്പെടുത്തുന്നുണ്ട്. സോ ദാറ്റ് ഷോസ് ഹൗ റിസ്കി ദിസ് പ്രൊഫഷൻ ഈസ് ടു ടേക്ക് ദി ഓയിൽ ഫ്രം ദി ഹെഡ് ഓഫ് സ്പേം വെയിൽസ്. അത്രയും റിസ്കി ആയിട്ടുള്ള ജോബാണെന്ന് പോലും ഈ ഒരു സീനിൽ നിന്ന് നമുക്ക് എവിഡൻ്റ് ആണ്. ആൻഡ് ദേ ആർ ഗോയിങ് ഓൺ. അങ്ങനെ ജേർണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പിപ്പ് എന്ന് പറഞ്ഞ ഒരു പെക്കോട്ട്സ് ബ്ലാക്ക് ക്യാബിൻ ബോയ് ആണ്. അദ്ദേഹം വീൽ ബോട്ടിലേക്ക് ജമ്പ് ചെയ്യുന്ന ആ ടൈമിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, മിഡിൽ ഓഷനിൽ വെച്ച് അദ്ദേഹത്തെ നഷ്ടപ്പെടുകയും നമുക്ക് പിന്നീട് അദ്ദേഹം ഹി വെൻറ്റ് മാഡ്, അദ്ദേഹം ക്രേസി ആകുകയും അങ്ങനെ അദ്ദേഹം ആ ക്രേസിനെസ് അദ്ദേഹത്തെ ഒരു പ്രോഫറ്റിക് ആക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യും, ഒരു പ്രോഫറ്റിക് ക്യാരക്ടറായി പിപ്പ് മാറുന്നുണ്ട്. പിപ്പ് പിന്നീട് എന്ത് ചെയ്തു, ഈ പറഞ്ഞ പെക്കോഡിൻ്റെ ഭാഗമാവുകയും ഈ ഇദ്ദേഹത്തിൻ്റെ ക്രേസി ആയിട്ടുള്ള ഡയലോഗുകൾ പിന്നീട് ഒരു പ്രോഫസിയായി മാറുകയും ചെയ്യുന്നുണ്ട്. സൂൺ ആഫ്റ്റർ ദ പെക്കോഡ് മീറ്റ്സ് സാമുവൽ എൻഡർബായ്, എ വെയിലിംഗ് ഷിപ്പ് ഹൂസ് സ്കിപ്പർ ക്യാപ്റ്റൻ ബൂമർ ഹാസ് ലോസ്റ്റ് ആൻ ആം ഇൻ ആൻ എൻകൗണ്ടർ വിത്ത് മൊബിഡിക്. സോ മൊബിഡിക്കുമായിട്ടുള്ള എൻകൗണ്ടറിൽ നമുക്ക് സാമുവൽ എൻഡർബായ് എന്ന് പറഞ്ഞ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ബൂമറിന് അദ്ദേഹത്തിന് ഒരു കൈ നഷ്ടപ്പെട്ടിട്ടുണ്ട് മൊബിഡിക്കുമായിട്ടുള്ള യുദ്ധത്തിൽ. അപ്പോൾ ഇവർ ആ ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ആഹാബിന് കിട്ടിയപ്പോൾ തന്നെ ആഹാബ് ഉറപ്പിച്ചു അപ്പോൾ മൊബിഡിക് ഈസ് ദെയർ, സോ ഹീ വാണ്ട്സ് ടു ഗോ ദെയർ ആൻഡ് ടു ക്യാച്ച് മൊബിഡിക്. പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, എ കൈൻഡ് ഓഫ് ഒരു ഇൽ ഒമൻ അവർക്ക് മുമ്പിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് എന്നുള്ള കാര്യം അവിടെ വ്യക്തമാണ്. So they too discuss, Boomer and Ahab discuss about Moby-Dick. Not longer, Queequeg falls ill and has the ship's carpenter make him a coffin in anticipation of his death. അപ്പോൾ ഈ ഒരു കാർപ്പൻ്റർ അവന് വേണ്ടി ഒരു കോഫിനൊക്കെ ശവപ്പെട്ടി ഒരുക്കുന്നു. കാരണം ക്യൂക്കെഗിന് പെട്ടെന്നൊരു രോഗം പിടിക്കുകയും. അപ്പോൾ ഇതൊക്കെ ഒരു ബാഡ് ഒമനാണ് ആക്ച്വലി. എന്തോ ദുരന്തം വരാൻ പോകുന്നതിൻ്റെ ഒമനൊക്കെ കാണിച്ചു കൊടുക്കുന്ന സിമ്പിൾസ് ആണ് ആക്ച്വലി. പക്ഷേ അപ്പോഴും ആഹാബ് വിശ്വസിക്കുന്നു ഇതൊന്നും അങ്ങനത്തെ ദുർനിമിത്തങ്ങളൊന്നുമല്ല. ഹി ജസ്റ്റ് വെൻറ്റ് ഓൺ വിത്ത് ഹിസ് മിസ്റ്റീരിയസ് അല്ലെങ്കിൽ ഹിസ് ഡിസയർ ഇൻ ക്യാച്ചിങ് മൊബിഡിക്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂക്കെഗ് എന്നാൽ മരിക്കുന്നില്ല, രോഗം മാറുകയും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ആ കോഫിൻ അവിടെ മാറ്റി വെക്കുകയും ചെയ്തു. കാരണം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല, കാരണം ക്യൂക്കെഗ് മരണം അടഞ്ഞില്ല. And Ahab orders harpoon forged in expectation that he will soon encounter Moby-Dick. നേരത്തെ നമ്മുടെ ബൂമറായിട്ടുള്ള സംസാരത്തിൽ ആഹാബ് ഒരു കാര്യം ഉറപ്പായി, എത്രയും പെട്ടെന്ന് തന്നെ ഇനി മൊബിഡിക്കിനെ കാണാൻ പോകുന്നു. അതുകൊണ്ട് തന്നെയും അദ്ദേഹം കുറച്ച് ഹാർപൂൺസ് അദ്ദേഹം ചോദിക്കുകയും അതിനുശേഷം ഹാർപൂൺസ് എല്ലാവരും എന്ത് ചെയ്തു, പെക്കോഡിലുള്ള 3 ഹാർപൂണുമാരുടെ ബ്ലഡ് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അത് മുഴുവൻ തളിച്ച്
വിശദീകരിക്കുക. അതായത് ഒരു വലിയൊരു എന്താ പറയുക ആശീർവദിച്ച് അത് വലിയ ഒരു ഒരു കാര്യത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. സോ ദോസ് ഹാർപ്പൂൺസ്. ദ പെക്കോഡ് കിൽസ് സെവറൽ മോർ വെയിൽസ്. ഇതിൻ്റെ ഈ യാത്രയുടെ ഒരുപാട് വെയിലുകളെ ഇവർ പിടിക്കും. അപ്പോൾ ഈ വെയിലുകളെ പിടിക്കുന്നതും ഈ വെയിലുകളെ വിശദീകരിക്കുന്ന കാര്യത്തിൽ മെൽവിൽ വളരെ വളരെ കൃത്യതയാർന്ന രീതിയിലാണ് എഴുതി പോയിരിക്കുന്നത്. വളരെ സയൻറ്റിഫിക്കായ രീതിയിലാണ് വെയിലുകളെ പറ്റി കാരണം അദ്ദേഹം തുടക്കം തന്നെ വളരെ സയൻറ്റിഫിക്കായിട്ട് വെയിലുകളെ പറ്റി പരാമർശിക്കുന്നുണ്ട് ഈ നോവലിൽ. അതുകൊണ്ട് തന്നെ ദിസ് നോവൽ ക്യാൻ ബി കൺസിഡർ ആസ് എ സയൻറ്റിഫിക് നോവൽ ടു. കാരണം വളരെ സയൻറ്റിഫിക്കായ രീതിയിലാണ് സ്പേം വെയിലുകളെ പറ്റിയും വെയിലുകളെ പറ്റിയും മെൽവിൽ എഴുതിയിരിക്കുന്നത്. Issuing a prophecy about Ahab's death, Fedallah declares that Ahab will first see 2 hearses, the second of which will be made only from American wood, and that he will be killed by a hemprop. അപ്പോൾ ഒരു ഹെംപ്രോപ്പ് വഴിയായിട്ട് അതായിരിക്കും ഇദ്ദേഹത്തിന് മരണം ഉണ്ടാവുക എന്നുള്ള രീതിയിലുള്ള പ്രോഫസീസൊക്കെ ഫെഡല ഒരുക്കി. അപ്പോൾ ആ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെയും അഹാബ് പറയുന്നു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഒരു ഹെംപ്രോപ്പ് അങ്ങനത്തെ വലിയൊരു ഹാങ്ങിങ്ങോ ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം they are traveling by a ship, so such problems will not be happening. അങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പ്രൊഫസി കൊണ്ട് തന്നെ ഈ യാത്രയിൽ ഇയാൾ മരിക്കില്ല എന്നും അതുകൊണ്ട് തന്നെയും മൊബിഡിക്കിനെ പിടിക്കുമെന്നുള്ളൊരു തോന്നൽ ഫെഡലയുടെ ഈ പ്രൊഫസി വഴിയായിട്ടുണ്ടായി. അപ്പോൾ ആ കാര്യം അദ്ദേഹം ഇപ്പം മരിക്കാൻ പോകുന്നു ഇവിടെ വെച്ചല്ല എന്നും വേറൊരു ഭാഗത്ത് വെച്ച ഒരു മരണമായിരിക്കും ഉണ്ടാകാൻ പോകുന്നുള്ള ഫെഡലയുടെ ഈ പ്രൊഫസി മൂലം അഹാബിന് തോന്നുകയാണ് മൊബിഡിക്കിൻ്റെ ഈ എക്സ്പെഡീഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയും അഹാബ് വളരെ വളരെ പോസിറ്റീവ്. ഇതിൻ്റെ ഇടയിൽ വെച്ച് ഒരു വലിയൊരു കൊടുങ്കാറ്റുണ്ടാവുകയും ആ ചുഴലിക്കാറ്റ് ആ ചുഴലിയിൽ കടൽ ക്ഷുഭിതമാവുകയും അപ്പോൾ അതുകൊണ്ട് തന്നെയും എന്ത് പറ്റി, ദർ ഹാപ്പൻ ടു ഹാവ് എ കൈൻഡ് ഓഫ് എ ബിഗ് ജൈജാൻറ്റിക് പ്രോബ്ലം ഹാപ്പൻ ടു പെക്കോഡ് വലിയൊരു കൊടുങ്കാറ്റിൽ തന്നെ നേരിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ അപ്പോൾ ഇതൊരു ബാഡമനാണെന്നും ഇതുവഴിയായിട്ട് അവരെല്ലാം മരണപ്പെടുക എന്നുള്ള തോന്നൽ അവരുടെ ഇടയിലേക്കുണ്ടായി. ബട്ട് എന്ത് ചെയ്തു, ആഫ്റ്റർ ദ സ്റ്റോം എൻഡ്സ് വൺ ഓഫ് ദ സെയിലേഴ്സ് ഫോൾസ് ഫ്രം ദ ഷിപ്സ് ആൻഡ് ദെൻ അദ്ദേഹം നമുക്ക് നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേ ജസ്റ്റ് സൈറ്റ് മൊബിഡിക്കിനെ കാണാനുണ്ടായി. അങ്ങനെ മൊബിഡിക്കിനെ അവരെന്ത് ചെയ്തു, ദേ സ്റ്റാർട്ടഡ് ടു ക്യാച്ച്. ബോട്ടുകൾ സെൻഡ് ചെയ്ത് മൊബിഡിക്കിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് തകർക്കുന്നു. ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലാവുന്നു. രണ്ടാമത് അവർ വീണ്ടും എന്താ പറയുക മുന്നോട്ടേക്ക് സെക്കൻഡ് അറ്റംപ്റ്റിന് വിടുന്നു. അതിലും ഈ പറഞ്ഞ പോലെ ആകുന്നു. മീൻ വൈൽ ദേ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ റേച്ചൽ അതുപോലെ തന്നെ ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഷിപ്പുകളെയും കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ദേ ജസ്റ്റ് എന്താ പറയുക ഫെയിൽഡ് ഇൻ ദെയർ അറ്റംപ്റ്റ്സ്. പക്ഷേ എങ്കിലും അഹാബ് റെഡിയല്ല. വീണ്ടും മൂന്നാമത് സെൻഡ് ചെയ്യുന്നു. ഓൺ ദ തേർഡ് ഡേ മൂന്നാമത്തെ പ്രാവശ്യം ഓൺ ദ തേർഡ് ഡേ ദ ബോട്ട്സ് ആർ വൺസ് അഗെയിൻ സെൻഡ് ആഫ്റ്റർ മൊബിഡിക്. ബട്ട് ദിസ് ടൈം അത് വീണ്ടും നഷ്ടപ്പെടുന്നു. ആ പറഞ്ഞ ബോട്ടും ഈ പറഞ്ഞ മൊബിഡിക്ക് നശിപ്പിക്കുന്നു. ആൻഡ് അവരുടെ അടുത്ത മൊബിഡിക്ക് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പെക്കോഡിനെയും ഈ പറഞ്ഞ ആക്രമിക്കുന്നു. പെക്കോഡ് ആക്രമിക്കപ്പെടുന്നു. അവസാനം പെക്കോഡും മുങ്ങുന്നു. ഹാർപ്പൂൺ ലൈനിൽ കുടുങ്ങി അഹാബും മരണപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ മെൻ ഇൻ പെക്കോഡ് എന്ത് ചെയ്തു, നശിക്കുകയാണ്. എക്സെപ്റ്റ് ഇഷ്മായിൽ മാത്രം സർവൈവ് ചെയ്യാണ്. അദ്ദേഹം സർവൈവ് ചെയ്യുന്ന ക്യൂക്കഗിന് വേണ്ടി ഒരുക്കിയ ആ കോഫിനിൽ നമ്മുടെ ഇഷ്മായിൽ മാത്രം സർവൈവ് ആകുന്നു. അങ്ങനെ ഒരു എന്താ പറയുക ഒരു ദുരന്തമായിട്ട് മാറുകയാണ് ആക്ച്വലി ഈ മൊബിഡിക്കിനെ പിടിക്കാൻ വേണ്ടി പോയ എക്സ്പെഡീഷൻ ഒരു ദുരന്തമായി മാറുന്നു. And in the final end, we could see Ahab dies by the attack of Moby Dick. So ഇതാണ് ആക്ച്വലി എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് സമ്മറി ഓഫ് Moby Dick.